വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള KFC ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ 4 ചിക്കൻ പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസാണ് എങ്കിലും നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മസാല ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ പിടിച്ചു വന്നോളും. ഇനി നമുക്കൊരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ തൈരും ഒരു മുട്ടയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിനി 1/4 കപ്പ് അളവിൽ പാലും 1 സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഈ മസാലയിലൊന്ന് മുങ്ങി വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മുതൽ 6 മണിക്കൂർ വരേക്കും മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/2 കപ്പ് അളവിൽ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കളയുമ്പോഴത്തേക്കും നമുക്ക് എക്സസ് ആയിട്ടുള്ള മാവൊക്കെ ഒന്ന് മാറി കിട്ടും. അതിനുശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടുന്ന തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള KFC ചിക്കൻ റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.